ചിന്തിക്കേണ്ടി വരും. എന്തായാലും അടുത്തത് വെള്ളാപ്പള്ളി നടേശന്റെ ഊഴമായിരുന്നു. അദ്ദേഹം വോട്ടെണ്ണലിന് 2 ദിവസം മുമ്പ് വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ പിണറായി വിജയൻ അല്ലാതെ മുഖ്യമന്ത്രിയാവാൻ മറ്റാരുണ്ട് എന്നുള്ള, അല്ല LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചതുപോലെ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ ചോദിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി എല്ലാ തരത്തിലും ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടാണ് പരസ്യമായി തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനെ പുകഴ്ത്തുകയും VD സതീശനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ വരികൾക്കിടയിൽ നിന്ന് വായിക്കണമായിരുന്നു സുകുമാരൻ നായരുടെയും NSSന്റെ നിലപാടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് അങ്ങനെയൊന്നുമില്ല. പച്ചയ്ക്ക് തന്നെ വെള്ളാപ്പള്ളി LDFനൊപ്പമായിരുന്നു. മകൻ BJP പാളയത്തിലാണ്, മകൻ്റെ പാർട്ടിക്കും ഭാര്യയും BJP പാളയത്തിലാണ്, അവർക്ക് വേണ്ടി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വെള്ളാപ്പള്ളി എന്തായാലും ഇന്ന് പച്ചയ്ക്ക് ഇടതുമുന്നണിക്ക് ഒപ്പം തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതിൽ UDFിലെ ചില ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഓഫീസിലൊക്കെ ഒരു വെള്ളാപ്പള്ളിയുടെ ഒരു പടം വെച്ചിട്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുകൂടി വെക്കാൻ ഈ VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും അല്ലെങ്കിൽ KC വേണുഗോപാലിനോടൊക്കെ പറയണമെന്ന് പറഞ്ഞ് ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയില്ല, വെള്ളാപ്പള്ളിയുടെ പിന്തുണ കൊണ്ട് വലിയ നേട്ടമുണ്ടായെന്നാണ് UDFും കോൺഗ്രസും ഒക്കെ അവകാശപ്പെടുന്നത്, അത് LDFന് കൊടുത്ത പിന്തുണ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള അതുവരെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനല്ല മറ്റാരും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നയാൾ ഇന്ന് പൊടുന്നനെ വന്നിട്ട് പറയുന്നു, ആദ്യം പറയുന്നു മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, സമുദായ സംഘടനാ നേതാക്കളല്ല, കോൺഗ്രസ് നേതൃത്വമാണ്, അവിടെ എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഒരുപോലെ പിണക്കാതെയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ നടത്തിയത്. 3 പേരും ഇനി ആരായാലും ഞാൻ നിങ്ങളുടെ പക്ഷമാണ് കേട്ടോ, ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല എന്ന മട്ടിലേക്ക് ഒരു മലക്കം മറിച്ചിൽ. നമുക്ക് ആ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം 5 കൊല്ലം വിരലിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആള്, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആള്, മെയ്വഴക്കമുള്ള ആള്, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയവും നയജാതിരയുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. ഈ MLA-മാരിൽ മഹാഭൂരിപക്ഷവും MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. കാരണം ഫണ്ടിങ് പണം വലിയ ഒരു ഘടകം തന്നെ. ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷം എന്ത് കാണിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ഒട്ടും അണുകട വ്യത്യാസമില്ലാതെ പ്രചരണത്തിലാണെങ്കിലും പ്രകടനത്തിലാണെങ്കിലും എല്ലാത്തിനും മണി പവർ നല്ലപോലെ കാണിച്ച് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇണക്കി കൊടുക്കുകയും പാർട്ടി നിലയിലും സ്വന്തം നിലയിലും ഫണ്ടിങ് കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാൻ ഏറ്റവും കരുത്തരായ ഒരു പ്രകടനം കാഴ്ചവെച്ച ആളാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അതിസമർത്ഥമായിട്ടാണ് KC വേണുഗോപാലിനെ, അത് നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. എന്തായാലും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ കാലത്തൊക്കെ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു, അദ്ദേഹം നിലപാട് സ്വീകരിച്ചുകൊണ്ട് KC വേണുഗോപാലിന് ഈ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് കിടക്കാം. അതിനു മുമ്പ് അദ്ദേഹം VD സതീശനെതിരെ ഏറ്റവും രൂക്ഷമായ രീതിയിലായിരുന്നു VD സതീശനെതിരെ ഈ പറയുന്ന സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി നടേശനായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. സുകുമാരൻ നായർ പറഞ്ഞത് NSSനെ ഇത്രമേൽ ആക്ഷേപിച്ച ഒരാൾ, അധിക്ഷേപിച്ച മറ്റൊരാളില്ല. ഇദ്ദേഹം കേരളത്തിലേക്ക് VD സതീശനെ UDF അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ UDF തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ സതീശനെതിരെ വോട്ട് ചെയ്യില്ലേ എന്നൊക്കെ, അപ്പോൾ വോട്ട് NS ചെയ്യാൻ ആഹ്വാനം ചെയ്യുമോ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സുകുമാരൻ നായർ പറയുന്നത് അതൊക്കെ ജനങ്ങൾ ചെയ്തോളും, പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞ് സതീശനെ വെട്ടിക്കണ്ടിച്ച് ജനങ്ങളിടും. NSSനെ എതിർത്തതുകൊണ്ട് അല്ലെങ്കിൽ NSSനെ എതിർത്തുകൊണ്ടൊന്നും അല്ല, സുകുമാരൻ നായരെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല എന്ന പേരിൽ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ അതും കടന്ന് വെള്ളാപ്പള്ളിയുടെ ഒരു രീതിയിൽ വെള്ളാപ്പള്ളി പറഞ്ഞ് ബഫൂണാണ് അല്ലെങ്കിൽ ജോക്കറാണ് എന്നൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു കാരണവശാലും ഒരു കാലത്തും ഒരു സാമുദായിക നേതാവും പറയരുതാത്ത രീതിയിൽ ഒരാളെ വിമർശിക്കാം, അയാൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല, ആർക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഒരാളെ ബഫൂൺ എന്ന് വിളിക്കുന്നതും ഒരാളെ ജോക്കർ എന്ന് വിളിക്കുന്നതും രാഷ്ട്രീയ മാന്യതയ്ക്കോ അന്തസ്സിനോ യോജിച്ചതല്ല. അത്തരം ചില പ്രയോഗങ്ങളൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. നേരത്തെ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഈ VD സതീശനെതിരെ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം.
ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിൽ ഞാൻ കണ്ടവനാണ്. എനിക്ക് ഇത്രയും പ്രായത്തിലുണ്ട്. ഇത്തരം ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ കണ്ടില്ല. മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഒരു വിരോധം മനസ്സിലാക്കുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസംഗത്തിലെ വാക്കുകൾ മാത്രമാണിത്. ഇതുപോലത്തെയുള്ള പല പ്രസംഗങ്ങൾ, ഇതുപോലത്തെയുള്ള പല വാർത്താ സമ്മേളനങ്ങൾ, അവിടെയൊക്കെയും ഈ തരത്തിലേക്കുള്ള വാക്കുകൾ നിരവധി ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഇന്ന് ഒറ്റയടിക്ക് വിഴുങ്ങിയിട്ട് വെള്ളാപ്പള്ളി പറയുന്നത്. പ്രഗത്ഭനാണ്, ഭരണപക്ഷത്തെ നോക്കി വിരൽ ചൂണ്ടി നിന്ന് 5 വർഷം നയിച്ച ആളാണ് വി.ഡി. സതീശൻ എന്നൊക്കെ. എങ്ങനെയാണോ ഇങ്ങനെ മലക്കം മറിയാൻ കഴിയുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ രണ്ടുപേരുടെയും മുൻകാല വാക്കുകളും ഇന്ന് പറഞ്ഞ വാക്കുകളും ചെയ്തുകളും അതിൻ്റെ ഫലവും കൂടി വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.